ഗൈസ്, ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. അത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. തക്കാളി ഒരു 2 തക്കാളി, ഞങ്ങൾ 4 പേരുണ്ട്, 2 തക്കാളി എടുത്തിട്ടുള്ളൂ. 2 തക്കാളി എടുത്ത് അരിഞ്ഞ് വയ്ക്കുക. ആദ്യം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ഇതാക്കി നന്നായിട്ട് എടുക്കുക. എന്നിട്ട് അതൊരിച്ചിരി വാടി വരുമ്പോഴത്തേനും അതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്തോരം നമ്മുടെ തക്കാളിയാണ് ആവശ്യം അതിടുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേനും ഒരു 3-4 വെളുത്തുള്ളി, എല്ലാം എന്തോരാണ് ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ എല്ലാം എടുക്കേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ട് ഉടച്ച് നമ്മളെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി ഇടുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്, കളറ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അകത്തേക്ക് വിനാഗിരി കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒഴിക്കുക, വേപ്പില ഇടുക.